പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മന്ദിര ഹോസ്പിറ്റലിന് മുന്നിലാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം UK വെച്ച് അന്തരിച്ച പുതുപ്പള്ളി തച്ചകുന്ന് ചക്കുപുരയ്ക്കൽ അനീഷിൻ്റെ മൃതദേഹം രാവിലെ 8 മണിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് അവിടെ വെച്ച് റിയാഡ് 63 നമ്പർ SNDP ശാഖയോഗത്തിൻ്റെ ഭാരവാഹികൾ മൃതദേഹം ഏറ്റുവാങ്ങി അവിടുന്ന് ഈ മന്ദിര ഹോസ്പിറ്റലിലെ മോർച്ചറിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം, അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഗ്ലാസ് ഇനി എന്ത് ഇതല്ലേ തുണി കയറിയിരിക്കുന്ന അതിനകത്ത് ഇറങ്ങും. ഇവിടെയും കൂടെ നോക്കണേ, ചേർത്ത് പരിചയിക്കുക. താത്തിട്ട്
അനന്ത ആ ഇനി പറ്റും അത് മതി മറ്റേ ഇല്ല ശരി അങ്ങോട്ട് മാറ്റി പിന്നെ കുറച്ച് പുഷ്പം മേടിക്കാൻ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നു. നമ്മുടെ ശാഖയുടെ എല്ലാമായിരുന്നു പ്രിയപ്പെട്ട അനീഷ്. അനീഷ് നമുക്കൊക്കെ അനിയനായിട്ടും മകനായിട്ടും ഒക്കെ മാറിയ ആളായിരുന്നു. അനീഷ് എന്നും നമ്മുടെ ശാഖയുടെ മുതൽക്കൂട്ടായിരുന്നു. പ്രിയപ്പെട്ട അനീഷിന്റെ വേർപാട് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ മുഖം ദർശിക്കാൻ പോലുള്ള പ്രാപ്തി നമുക്കാർക്കും ഇല്ല ചർച്ച. എങ്കിലും ഗുരുദേവന്റെ പ്രിയപ്പെട്ട വിശ്വാസിയായിരുന്നു, ഗുരുദേവനെ പരിചരിച്ചു പോകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ആ വേർപാട് നമുക്ക് ഭഗവാനോട് അനീഷിന്റെ ആത്മാവിന് നിത്യശാന്തി വർത്തനേരം പ്രാർത്ഥിക്കും. ഓം നമോ നാരായണായ നാരായണേന്ദ്രായ തസ്മൈ ശ്രീ അവിടുന്ന് അതിലെ കണ്ടിങ്ങി പോരും കേട്ടോ. അല്ല ഇതിനെ വന്ന് പിന്നെ തിരിഞ്ഞിരിക്കണം, ഇങ്ങോട്ടിങ്ങി പോരും കാണുന്നു, ഇങ്ങോട്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങി പോരും കാണുന്നു.
പ്രിയപ്പെട്ടവരെ, കോട്ടയം യൂണിയൻ്റെ കീഴിലുള്ള ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ കിഴക്കൻ മേഖല ചെയർമാനായ ശ്രീ രാജീവ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ UK SNDP യൂണിയനെ പ്രതികരിച്ച് പ്രിയപ്പെട്ട അനീഷിന് ഈ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ട രാജീവ് സാറിനെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. ഓം ശ്രീനാരായണ പരമഗുരുവേന. പ്രിയപ്പെട്ടവർ, അകാലത്തിൽ നമ്മളോട് വേർപെട്ട് പിരിഞ്ഞു പോയ ഈ അനീഷ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മ പ്രചരണാർത്ഥം ഏറെക്കാലം ഒരുപാട് ഷാഹിക്ക് വേണ്ടിയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം UK തൻ്റെ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ആകസ്മികമായി ഉണ്ടായ ഈ ദുഃഖം, ഈ വേർപാട് കുടുംബത്തിന് താങ്ങാവുന്നതിലും ഒക്കെ അപ്പുറമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ SNDP യോഗം UK യൂണിയൻ്റെ SNDP സ്റ്റോക്കോൺ ട്രെൻഡ് അവരുടെ ശാഖയുടെ എല്ലാവിധ പിന്തുണയും ഈ കുടുംബത്തിന് നൽകുകയാണ്. അവിടെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ മക്കൾക്കും കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകുവാനായിട്ട് അവിടെ SNDP സ്റ്റോക്കോൺ ട്രെൻഡ് സന്നദ്ധമാണ്. ഇവരുടെ മക്കളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങൾ, ഭാര്യയുടെ ജീവിതം എല്ലാം ഇവരെ സ്വന്തം കുടുംബത്തെ എന്ന പോലെ പരിരക്ഷിച്ചുകൊണ്ട് സംരക്ഷിക്കുവാൻ SNDP യോഗം UK യൂണിയൻ സന്നദ്ധമാണ് എന്നുള്ള അവിടെ നിന്നുള്ള അറിയിപ്പ് ഈ കുടുംബത്തിന് മുമ്പാകെ, ഈ ഏർക്കാട് ശാഖ ഭാരവാഹികൾക്ക് മുമ്പാകെ അറിയിക്കുകയാണ്. പരമാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നിങ്ങളേവരോടും ഒപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് SNDP യോഗം UK യൂണിയൻ്റെ സ്റ്റോക്കോൺ ട്രെൻഡ് ശാഖയുടെ അനുശോചനം, അവർക്ക് വേണ്ടി കോട്ടയം യൂണിയൻ്റെ അനുശോചനം, SNDP യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ അനുശോചനം, കോട്ടയം യൂണിയൻ ശ്രീ സുരേഷ് പരമേശ്വരൻ സാറ്, ശ്രീ വി ശശികുമാർ സാറിൻ്റെ അനുശോചനം, കോട്ടയം യൂണിയൻ പഠനകേന്ദ്രം ശ്രീ AB പ്രസാദ് കുമാർ സാറിൻ്റെ അനുശോചനം, അങ്ങനെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയുമുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രതികരിച്ചുകൊണ്ട് ഈ അനുശോചനത്തിൽ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിൽക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ.
ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। दैवमे दैव सायुज्यं हरेरात्मा അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചങ്ങനാശ്ശേരി യൂണിയൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഗിരീഷ് കോരാട്ട് അവരുടെ, യൂണിയൻ സെക്രട്ടറി പ്രിയപ്പെട്ട സുരേഷ് പരമേശ്വരൻ അവർ, വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ചന്ദ്രചേട്ടനെ, നമ്മുടെ യൂണിയൻ കൗൺസിൽ പ്രിയപ്പെട്ട രാജീവൻ അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. അനീഷിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി ചങ്ങനാശ്ശേരി SNDP യൂണിയൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോരാട്ട് അവരുടെ ക്ഷണിച്ചു. അനീഷിൻ്റെ അകാലത്തിലുള്ള വേർപാട് നമ്മളെ എല്ലാവരെയും ഏറെ ഞെട്ടലോടെയും വേദനയോടുകൂടിയാണ് നമ്മൾ കേട്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനാണ്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സഹോദരനെയാണ് ഞങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടത്. തികഞ്ഞ ഗുരുഭക്തൻ, സംഘടനാ പ്രവർത്തനത്തിൽ തൻ്റെ എല്ലാം തൻ്റെ സമുദായത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലുമെല്ലാം ആ സമുദായത്തിൻ്റെ സമഗ്രമായ വികസനത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള അനീഷിൻ്റെ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുണ്ടാക്കുന്നു. UK സ്റ്റോക്ക്ഹോം ട്രെൻഡിൻ്റെ UK യൂണിയൻ്റെ ഭാരവാഹികൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും അനീഷിനെ സമയബന്ധിതമായി ഇവിടെ എത്തിച്ച് വരുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും മുന്നോട്ടുള്ള ആ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള വലിയ കൂടിയാലോചനകളും പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. UK യൂണിയൻ്റെ മുഴുവൻ പ്രവർത്തകരെയും ഈ സമയത്ത് ഞങ്ങൾ ഏറെ അഭിനന്ദിക്കുകയാണ്. വിദേശത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് അവിടേക്ക് കടന്നു വരികയും ആ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ജീവിതമാർഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായി കടന്നു എന്ന അനീഷിനുണ്ടായ ദാരുണമായ അനുഭവത്തിൽ ആ UK യൂണിയൻ്റെ പ്രവർത്തകർ, ആ ശാഖായോഗത്തിൻ്റെ പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായ ഒരു പിന്തുണയും അദ്ദേഹത്തിനുണ്ടായ ദാരുണമായ അന്ത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അവർ സമ്പൂർണ്ണമായി പങ്കുചേർന്നു എന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും സത്യവും. വിദേശത്തിരിക്കുമ്പോഴും നെടുകാട് ശാഖയോഗത്തിൽ നടക്കുന്ന തിരുവുത്സവം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ LKP ആയിട്ട് വിഷയങ്ങൾ സംസാരിക്കുന്നു. പ്രകാശ് പറഞ്ഞു, വിദേശത്തിരിക്കുമ്പോഴും ശാഖായോഗത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും
അവിടെ കാണുന്ന തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കുകയും അതിന് കൂടിയാലോചിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമവും അനീഷ് നടത്തിയിരുന്നു എന്നുള്ളത് വിദേശത്താണെങ്കിലും സ്വദേശത്ത് സമുദായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ കുടുംബത്തിനും മാത്രമല്ല, ഒരുപാട് സഹായത്തിനും പുതുപ്പള്ളി നിവാസികൾ ഒരുപാട് വ്യക്തിബന്ധങ്ങളും സുഹൃത്ബന്ധത്തിൻ്റെയും ഉടമയാണ് അനീഷിൻ്റെ വേർപാടിൽ സന്ദീപ് ചങ്ങനാശ്ശേരി യൂണിയനെ ന്യായീകരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ ന്യായിക്കുന്നു, നിൽക്കുന്നു, വിളിക്കുന്നു ദേഹിയെ, നിന്റെ ഇച്ഛയ്ക്ക് യുദ്ധത്തെ ഞങ്ങൾ വാഴുന്ന ദൈവമേ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് സർവേശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഭഗവത്പാദങ്ങളിലേക്ക് അനീഷിനെ നമ്മൾ സമർപ്പിക്കണം. അനീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടുന്ന സന്ദീപ് യോഗ ചങ്ങനാശ്ശേരി യൂണിയൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. യൂണിയൻ്റെ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതോടൊപ്പം തന്നെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന പ്രിയങ്കരായ ഈ നാട്ടുകാർക്കുള്ള സജ്ജനങ്ങൾ, നമ്മുടെ ജീവിത യാത്രയിൽ കടന്നു പോകുമ്പോൾ മരണമെന്നത് ഒരു സത്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജനിച്ചാൽ നമ്മളെല്ലാവരും മരണത്തിൽ പെടുക തന്നെ ചെയ്യും. പക്ഷേ ജീവിതത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അകാലത്തിലുള്ള മൃത്യുവാണ് നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നത്. തൻ്റെ യുവത്വത്തിൻ്റെ നല്ല നാളുകൾ സമുദായത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഒക്കെ സേവനം ചെയ്തുകൊണ്ട് നമ്മളെ എല്ലാവരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ കൂടി സഹോദരനെ പോലെ ചേർത്ത് പിടിക്കുക അനീഷിൻ്റെ സ്വഭാവമായിരുന്നു. സംഘടനാ പ്രവർത്തനത്തിലൊക്കെ പലപ്പോഴും അനീഷുമായി വിവിധങ്ങളായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനിട വന്നിട്ടുണ്ട്. സന്ദീപ് യോഗം ചങ്ങനാശ്ശേരി യൂണിയനിൽ സ്റ്റാഫായും കുറേ നാൾ അനീഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. ശാഖയുടെ യൂത്ത് മൂവ്മെൻറ്റിലും ശാഖാ പ്രവർത്തനങ്ങളുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവരുടെ മനസ്സിലും ഇടം പിടിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിലെ തൻ്റെ കുടുംബജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും അകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണവുമൊക്കെ ആ കുടുംബത്തിനുണ്ടായ ആ ദുഃഖം, അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ദുഃഖമുണ്ടാക്കി എന്നതൊന്ന് യാഥാർത്ഥ്യമാണ്. നമുക്കിനി ഒന്ന് മാത്രമേ സാധ്യമാവുകയുള്ളൂ, ആ കുടുംബത്തിൻ്റെ എല്ലാവിധമായ നന്മയ്ക്കും വേണ്ടിയും അതോടൊപ്പം തന്നെ അനീഷിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയും ഭഗവാനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പൊരുത്തപ്പെട്ടുകൊണ്ട് ആ കുടുംബാംഗങ്ങൾ ദുഃഖത്തിൽ നിന്ന് അവരെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ തൃപാദത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് അനീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദീപ് യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ്റെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദീർഘകാലം ചങ്ങനാശ്ശേരി SNDP സെക്രട്ടറിയായി പ്രവർത്തിച്ച അനീഷുമായിട്ട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ അനീഷുമായി യൂണിയൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ഈ ശാഖയുടെ പ്രിയപ്പെട്ട ശേഷമുള്ള യൂണിയൻ്റെ കൗൺസിലങ്ങൾ, പഴയ യൂണിയൻ്റെ പ്രവർത്തകർ, സ്നേഹമുള്ള സഹോദരങ്ങൾ, അനീഷിൻ്റെ ഭാര്യയ്ക്കുള്ള ബന്ധുക്കൾ, വളരെയേറെ വിഷമത്തോടുകൂടിയാണ് ഇത്തരമൊരു വാർത്തകൾ അനുസരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ യൂണിയൻ്റെ സൂചിപ്പിച്ചുകൊണ്ട് പോലെ അനീഷ് 100% വ്യക്തിത്വമുള്ള ഒരു യുവാവായിരുന്നു. ഇദ്ദേഹം SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു. നല്ല ഊർജിതമുള്ള ഒരു പ്രവർത്തനയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടി പെട്ടെന്ന് ഇവിടെ എത്തിക്കുവാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും
അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും കുട്ടികളോടും ഉള്ള ദുഃഖത്തിൽ വിനാശം കഴിഞ്ഞിരുന്നു. ചെറിയാട് SNDPയെ സംബന്ധിച്ചിടത്തോളം തീരാത്തൊരു നഷ്ടമാണ്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണത കൈവരിച്ച ഒരു സമുദായ പ്രവർത്തനമായിരുന്നു അന്വേഷണം മാത്രമാണ് ഉള്ളത്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടത് നമുക്കെല്ലാം വളരെ ദുഃഖമായി ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടുത്തെ പ്രാർത്ഥന ഉടൻ തന്നെ സമർപ്പിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ശാന്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നും പ്രാർത്ഥന സമർപ്പിച്ചതിന് ശേഷം നമ്മൾ വിലാപയാത്രയായി അന്ത്യവിശ്രമം കൊള്ളുവാൻ വേണ്ടി നമ്മുടെ ശ്മശാന സ്ഥലത്തേക്ക് ഇവിടുന്ന് വിലാപയാത്രയായിട്ട് നമ്മളെല്ലാം പോകുന്നതാണ്. നിങ്ങൾക്കെല്ലാവരും ഇപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. 39 വർഷക്കാലം നമ്മോടൊത്ത് ഇവിടെ നമ്മുടെ അനീഷ് പ്രവർത്തിച്ചിരുന്ന കുടുംബ യൂണിറ്റിൻ്റെ ചെയർമാൻ ശ്രീ വി രജനിയും എൻ്റെ കൺവീനർ ഗോപനടക്കമുള്ളവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 39 വർഷക്കാലം ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മുടെയൊക്കെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായിരുന്ന പ്രിയപ്പെട്ട അനീഷ് ശാഖയിൽ യൂത്തും എൻ്റെ പ്രവർത്തകനായി അന്ന് ശാഖയുടെ പ്രസിഡൻ്റായിട്ട് ഞാനുണ്ടായിരുന്നു. ഒരു വലിയ താങ്ങും തണലുമായി ഒരു ഷാഡോ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശാഖയുടെ സെക്രട്ടറിയായി പ്രഭാഷകൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ കഴിഞ്ഞ നാടുകളിലൊക്കെ ചതയമാകട്ടെ, ഉത്സവമാകട്ടെ, മഹാസമാധി, അവിടെയെല്ലാം ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. ഈ പദവികളൊന്നും ഇല്ലാതെ തന്നെ ശാഖയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഗുരുദേവനിൽ അചഞ്ചലമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട്
സമുദായ പ്രവർത്തനമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്ന് ചിന്തിച്ചുകൊണ്ട് രാപകലില്ലാതെ ഷായയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട നമ്മുടെ അനീഷ്. ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും തൻ്റെ സമുദായത്തിന് വേണ്ടി ചെയ്യുവാൻ അനീഷിന് സാധിച്ചു. ഈ ചേതനയിട്ട് ഈ ശരീരം അല്പനിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മായുമെങ്കിലും അനീഷിനെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ എപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. അനീഷിൻ്റെ പെട്ടെന്നുള്ള ദേഹവിയോഗത്തിൽ ഏതാണ്ട് ഇത് അവിചാരിതമായി ഇത് സംഭവിക്കുന്ന ഒരാഴ്ച മുമ്പാണ് ശാഖയുടെ ഒരു പ്രവർത്തനം സംബന്ധിച്ച് ഞാനുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ എന്നോട് വളരെ സ്നേഹത്തോടെ എൻ്റെ മനുഷ്യ അല്പം കഴിഞ്ഞോട്ട് ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ സമുദായത്തിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ അനീഷ് അതിനെ എങ്ങനെയാണ് കാണുന്ന പോലെ നമുക്ക് അത്ര ജീവന് തുല്യമായിട്ടാണ് സമുദായത്തെ ശ്രമിച്ചത്. അതുപോലെ തന്നെ എല്ലാവരോടും ആർക്കും ഒരു പിണക്കമില്ലാതെ എല്ലാവർക്കും നമ്മുടെ സഹോദരിമാർക്കൊക്കെ സഹോദരനായിട്ടും പ്രായമുള്ളവർക്കും മകനായിട്ടും ഒക്കെ മാറുവാൻ അനീഷിന് സാധിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീട്ടിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആൾക്കാരോട് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളിൽ അനീഷ് എത്രമാത്രം ഇടം പിടിച്ചിരുന്നതിന് തെളിവാണ്. ജീവിക്കുന്ന കാലത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികളാണ് മരണാനന്തരം നമുക്ക് തരുന്ന ഒരു വലിയ ജനങ്ങളുടെ പങ്കാളിത്തമെന്ന് പറയും. ജീവനുള്ള സമയത്താണ് നമ്മൾ സ്നേഹവും സൗഹാർദ്ദവും സഹായവും ഒക്കെ ചെയ്യേണ്ടത്. മരണാനന്തര ശേഷം നമ്മൾ കുറേ അലമുറ ഇട്ടുകൊണ്ടോ കണ്ണീര് വാരി എറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നമ്മൾ ആരൊക്കെ കാണുമെന്ന് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഇവിടെ ഈ അറിഞ്ഞ നിമിഷം മുതൽ അനീഷ് പ്രതിനിധീകരിച്ച ഇവിടെ നമ്മുടെ കൊടുങ്ങൂർക്കും പിന്നെ ഗുരുകൃപ കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തകരൊക്കെയും നിറഞ്ഞ സാന്നിധ്യമായി ഇവിടുത്തെ എല്ലാ പ്രവർത്തനവും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ശാഖയിലെ യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തകർ അവരൊക്കെ ഇത് അറിഞ്ഞപ്പോൾ മുതൽ ശാഖ ഇരുന്നിട്ട് കണ്ണീര് വായി വരുന്ന കാഴ്ചയാണ്. കാരണം അവർക്കൊക്കെ അത്രമാത്രം സഹോദര തുല്യനായിരുന്നു പ്രിയപ്പെട്ട അനീഷ്. അതുപോലെ ശാഖയുടെ പ്രവർത്തകരുമൊക്കെ ഇന്ന് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് കുറേ ദിവസങ്ങളായി അനീഷിൻ്റെ ഈ അന്ത്യയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. ഈ വീട്ടിൽ വന്ന് ആരോടും ഒരു വാക്കും പറയാവുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടു. ശാഖയ്ക്ക് വലിയ പ്രവർത്തകർ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട അനീഷിൻ്റെ വേർപാടിൽ ചെറിയാട് SNDP ശാഖയുടെ മുഴുവൻ അംഗങ്ങളുടെയും പേരുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പരേതാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ശാഖായോഗത്തിൻ്റെ നമ്മുടെ ശാഖയുടെ ഉദ്യോഗ ക്ഷേത്രത്തിൽ പ്രിയപ്പെട്ട സച്ചിൻ ശാന്തികൾ ഇപ്പോൾ സമർപ്പണം പ്രാർത്ഥനയിടുന്നു. അനീഷെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വിലാപയാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരണമെന്ന് നമ്മുടെ ശ്മശാന സ്ഥലം വരെ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിരിഞ്ഞു ഞങ്ങളുടെ നാവികന്നേ ഭവാബ്ദിക്ക് ഒരാഭിബന്ധോണി ഇറങ്ങി നിന്നാൽ മാത്രമേ ഈ ബോഡി അങ്ങോട്ട് സുഗമമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരും ആ പന്തലിലേക്ക് പാവനറുണ്ട് 2 എണ്ണം, അതിൽ കയറാറുന്നവർ അതിൽ കയറും. എല്ലാം അവിടെ ഒന്ന് കടത്തി വിട്ടേരെ അങ്ങോട്ട്. ഇനി അങ്ങോട്ട് ഇറങ്ങി അവരെ കയറ്റിയിരുത്താൻ ഇത് പെട്ടെന്ന് എടുക്കണം, ഇതുകൂടി പെട്ടെന്ന് പിടിക്കണേ. ഇത് പിടിച്ചേ. അത് പിടിക്കാൻ കുറച്ച് പേര് വേണേ. ഒന്ന് മാറിക്കൊടുത്തേ, ഒന്ന് മാറിക്കൊടുത്തേ.
പന്തല്ലാതെ നിൽക്കിയത് കയറ്റിട്ട് കൊണ്ടുവാ കേട്ടോ. പന്തല്ലാതെ നിൽക്കേ. എന്നല്ല അതല്ല അവിടെ ആംബുലൻസിനകത്തോടെ പറ്റും. നമ്മുടെ കുമാരപ്പാൻ്റെ കുമാരപ്പാൻ്റെ ഒരു ടയർ കൂടി ഓടി ചേച്ചി നമ്മുടെ
ഇത് അവരങ്ങോട്ടൊന്ന് പറഞ്ഞിട്ട് കാണാനുള്ളവരെ കണ്ടുവിട്ടെ കരടി പ്രതികരിച്ച് നിര്യാണത്തിനോട് പ്രിയപ്പെട്ട അനീഷ് നാമധേയ പിതൃവിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവരും ചേർന്ന് പ്രാർത്ഥനയല്ല, എല്ലാവരും പ്രാർത്ഥനയെ പങ്കെടുക്കുക കേട്ടോ. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമലേ ശിവായ ശുദ്ധിഹേ നാരായണ തസ്മൈ ശ്രീ ഗുരവേ
ചെയ്യുന്ന കർമ്മ മോക്ഷണം പ്രാർത്ഥിച്ച പുഷ്പത്തെ വിഭാവസോ അനന്ത പുണ്യഫലകം ശാന്തി പ്രേക്ഷമേ സങ്കല്പിച്ച് എടുത്ത് വെച്ചു ഇതിപ്പോൾ നമ്മൾ നമ്മളെ കർമ്മം ചെയ്യുന്നതിൽ കുറേ പുഷ്പം തൊഴുത് പഠിക്കുക കേട്ടോ. കർമ്മം ചെയ്യുന്നത് കുറേ പുഷ്പം കൊടുത്തു സങ്കല്പം മാറിക്കില്ല കേട്ടോ. ഓം ശുഭേ ശോഭനെ മുഹൂർത്തേ ആദ്യബ്രഹ്മണേ ദ്വിതീയപരാർത്ഥേ വിഷ്ണുപദേ ശ്രീശ്വേതവരാഹകൽപ്പേ വൈവസ്വതമന്വന്തരേ കലിയുഗേ കലിപ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോः ദക്ഷിണപാർശ്വേ ദണ്ഡകാരണ്യദേശേ ഗോദാവര്യാം ദക്ഷിണതീരെ ശാലീവാഹനശതാബ്ദേ അസ്മിन् വർത്തമാനേന വ്യാവഹാരികേ ചാന്ദ്ര സൗരമാനേന പ്രഭവാദി षष्ठसंवत्सराणां मध्ये शुभनक्षत्र शुभयोग शुभकरण एवं अनेक गुणविशेषण विशिष्टाय श्रीनारायण गुरुदेव दिव्यसन्निधौ अस्माकं भरणि नक्षत्र जातस्य रोहिणी नक्षत्र मृदाय अनीश नामधेयस्य पितृ लोकांतर यात्रायां शुभयात्रा सिद्ध्यर्थं वैतरणी नद्यां तारयेत् इतपूर्वं सर्वोपचार पूजाम् अद्य समारभे. भगवान प्रसीद 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 परमेश्वर എന്നായിട്ട് പ്രാർത്ഥിച്ച് ആ പുഷ്പത്തെ മുഖത്ത് വിടാൻ സമർപ്പിച്ചു കേട്ടോ. ദൈവജ്യോതിരം നമോ നമഃ. കർമ്മങ്ങൾ എല്ലാവിധ ശക്തി നൽകാൻ പ്രാർത്ഥിച്ച പുഷ്പത്തെ നീട്ടി ഇങ്ങോട്ട് വെള്ളത്തിനോട് സമർപ്പിച്ചു. തലയിട്ട് മൊത്തം പിടിച്ചു. ഒരു പുഷ്പെടുത്ത് കുറച്ച് പുഷ്പെടുത്ത് പിടിച്ചു. ഓം മമ പിണ്ഡ പിതൃദേവതയോ അടുത്ത് വെച്ച് കൈ നനച്ച് ഞാനത് കുറേശ്ശെ അർച്ചന നടത്തും കേട്ടോ. ഞാനത് ഇടുന്നു കുറേശ്ശെ. കൈ നനയ്ക്കുക, പിണ്ടത്തെ തൊട്ട് നമസ്കരിക്കുക. ഈ പിള്ളേരെല്ലാം കൈ കിടന്ന് പവിത്ര ഊരി കെട്ടുകൾ അയച്ചാൽ അത് വെച്ചു കേട്ടോ. നിങ്ങളുടെ എല്ലാം കൈ കിടന്ന് പവിത്ര ഊരി കെട്ടുകൾ സമർപ്പിച്ചു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കിടന്നോട്ടെ കേട്ടോ. കെട്ടഴിച്ചാൽ കഴിച്ചാൽ മതി. നമ്മൾ അരിയും പോയിട്ട് പ്രാർത്ഥന സമർപ്പിക്കാൻ പോവുകയാണ്. ഇവിടേക്ക് എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കുചേരുക. എല്ലാവരും കുറെ അരിയും പൂവും അടിച്ചു പിടിക്കുക. ഇവിടെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ മുൻനിർത്തിയുള്ള കർമ്മങ്ങളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ട് കാര്യം സംസാരിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, നാരായണ ഗുരുദേവ പാദങ്ങളുടെ ധർമ്മസംഹിതകളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും ശ്രീനാരായണ ദർശനം പ്രചരിപ്പിക്കണം, ഗുരുവിനെ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പലപ്പോഴും ഈ മധ്യ തിരുവിതാംകൂറിൽ ഗുരുവിശ്വാസികളായി ജീവിക്കുന്ന പലരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും തൻ്റെ ഉപജീവനമാർഗം തേടി പോകുമ്പോഴും മനസ്സിൽ ഗുരുവെന്ന മഹാസത്യത്തെ മാത്രം കണ്ടുകൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നുള്ളതാണ്. നമ്മളിന്ന് വിട്ടുപിരിഞ്ഞ ഈ ആത്മ സഹോദരൻ സാമുദായികപരമായ രീതിയിൽ നമുക്കെല്ലാവരും അറിയാം, നമ്മുടെ ഈ സഹായോഗത്തിന്റെ സെക്രട്ടറി സ്ഥാനമൊക്കെ അലങ്കരിക്കുകയും അതുപോലെ തന്നെ വിദേശത്ത് UK അതിപ്രധാനമർഹിക്കുന്ന ഇന്ത്യയുടെ പുറത്ത് ആദ്യമായിട്ടൊരു ആശ്രമമൊക്കെ സ്ഥാപിച്ച ഒരു മാത്രമായ സംഘടനയാണ് UK സേവനം. ആ UK സേവനത്തിന്റെ ഏതാണ്ട് 14ഓളം കുടുംബ യോഗങ്ങളും ഏതാണ്ട് 500-ലധികം കുടുംബാംഗങ്ങളുമുള്ള ആ മഹത്തരമായ പ്രസ്ഥാനത്തിൽ ഒരു അംഗമായിരുന്ന അനീഷ് എന്ന് പറയുന്ന നമ്മുടെ ഈ സഹോദരന്റെ ദേഹവിയോഗത്തിൽ UK സേവനത്തിന്റെ പ്രതിനിധികൾ എന്നോളം അവരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഗുരുനാരായണ സേവാനികേതനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു മാത്രമായ കർത്തവ്യം ഇവിടെ നമ്മൾ നിർവഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇന്ന് വിട്ടുപിരിഞ്ഞ ഈ ആത്മ സഹോദരന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാം.
ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ സായുജ്യം പരേരാത്മാവിനേകണേ. परमात्मने नमः। ओम शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्माम् अवतु तद् वक्तारमवतु अवतु माम् अवतु वक्तारम्। ॐ शान्ति शान्ति शान्तिः। ॐ यो ब्रह्माणां विददाति पूर्वं यो वै वेदांस प्रगणोति तस्मै तं देवमात्मबुद्धिप्रकाशम् मोक्षोदय शरणमहं प्रपद्ये। ओम शांति शांति शांति। മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് വലിയിട്ട് വരും കേട്ടോ. ഓം യാനി കാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പദേ പദേ പ്രദക്ഷിണ പദേ പദേ പ്രദക്ഷിണ പദേ പദേ. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ശിവരാജമൂർത്തി നെൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്നുതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നമോ നാരായണായ. ഓം നമോ നാരായണായ. നമോ നാരായണായ. ചെയ്ത കർമ്മങ്ങളുടെ ആത്മാനുമോക്ഷണം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുഷ്പത്തെ സമർപ്പിക്കുക കേട്ടോ. അപ്പൊ ആദ്യം തൊട്ട് നമസ്കരിച്ച് എല്ലാവരും നമ്മള് മുഖം മൂടാൻ പോകണം. കാണാനുള്ളവർക്ക് കണ്ടോണം കേട്ടോ. ബാക്കി മേടിച്ചവരെ സമർപ്പിക്കുക. മുഖം മൂടാൻ പോവുകയാണ്. കാണാനുള്ളവരെ കണ്ടോണം. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഓരോരുത്തർ ക്യൂ ആയിട്ട് വന്ന് കയറി കണ്ടോണം കേട്ടോ. ബഹളം വയ്ക്കൽ. ഒരു സൈഡിൽ കൂടെ ഇറങ്ങി പോകുക. എല്ലാവരും ഒരു സൈഡിൽ കൂടെ വന്നു ഇതിലൂടെ കറങ്ങി പോരെല്ലാവരും. അങ്ങോട്ട് ഇതിലേ കൂടെ പോരും കേട്ടോ. കണ്ടോ ഇതിലേ പോരും. ഇതിലേ വന്ന് പുഷ്പ സമർപ്പിച്ചും കൂടി മാറി കേട്ടോ.
ആ സൈഡിലോട്ട് മാറണല്ലേ അങ്ങോട്ട് മാറിക്കേ. ഇങ്ങനെ പോരാ, ഇങ്ങനെ പോരാ. ബാക്കി മേടിച്ചവരെല്ലാം വീട്ടിൽ സമർപ്പിച്ചോളേ. അതായിരിക്കണ്ട, കാലിൽ മാത്രം കെട്ടം കഴിച്ചത്, കാലിൽ മാത്രം കെട്ടം കഴിച്ചത്. അങ്ങോട്ട് കേട്ടോ. ആരെങ്കിലും കാണാനുണ്ടെ കണ്ടണം കേട്ടോ. ഒരു ദിവസം കോഴി പിടിച്ചിട്ട് ഈ കാണുക പറയുന്നത്. പെട്ടെന്ന് കാണുന്നത് കണ്ട് മാറിക്കണല്ലോ. സെക്ടറ എനിക്ക് വിരിച്ചേക്കുന്ന വസ്ത്രം വലിച്ചെങ്കിൽ പൊതിഞ്ഞ ശരിക്കും സെക്ടറെ വലിച്ചേക്കുന്ന ഈ വസ്ത്രം വലിച്ച ശരിക്കും പൊതിഞ്ഞെടുത്തോ. കെട്ടാൻ പറ്റുന്നെങ്കിൽ സെക്ടറയില് മാത്രം നമോ നാരായണായ രണ്ട് സൈഡ് കൂടെ കേൾക്കോ. ആ 3 പ്രാവശ്യം കൈ നടുക്ക് വെച്ചോ കേട്ടോ. കറി ആ ബേസ് നിങ്ങളുടെ മാറിക്കോ. കൊള്ളിയും കൊടുത്തു. കൊള്ളിയെ കൊള്ളി കൊള്ളി കൊള്ളിയെ കൊടുത്തു. വലിയ ഒരുമിച്ചില്ല കേട്ടോ. പുഷ്പം വാരി സമർപ്പിച്ചു. മൊത്തം വാരി സമർപ്പിച്ചു. നീക്കം കിട്ടും. മൂന്നായിട്ട് പകത്ത് കിട്ടാൻ കേട്ടോ. അതിരിക്കുന്ന കൊള്ളി മൂന്നായിട്ട് പകത്തെടുക്കുക. ഒരു പേര് തലഭാഗത്ത് വയ്ക്കുക, മധ്യഭാഗത്ത് വയ്ക്കുക, ബാക്കി വയ്ക്കുന്ന ആ സാധനങ്ങളൊക്കെ എടുത്തോളൂ. വസ്ത്രവും സാധനമൊക്കെ എടുത്തോളൂ. ഇല വേണ്ട കേട്ടോ. ഇല ബാക്കി എന്തെങ്കിലും ഇതൊക്കെ മിച്ചം കഴിഞ്ഞാണേ. ഇത് കൊടുത്താൽ മാത്രം മതി. ഇവർക്ക് കൊടുപ്പിക്കും കേട്ടോ. ഒരാടി തലഭാഗത്ത് അതാ കുടിക്കത്തുള്ളൂ. ആ ഒരു വിളക്കിങ് വിളക്കും ഒരു വിളക്കിങ് നടക്കും. കൈവിളക്കല്ലേ അതൊക്കെ ഒരു നിലവിളക്കും.
വിളക്കില്ലേ വിളക്കെടുത്തിയോ മാത്രം വെച്ചു നിങ്ങൾ അങ്ങ് വെച്ച് അവിടെ കൊടുത്ത് അവർ വെച്ചോ അപ്പൊ മോണിക്ക് ഇറങ്ങിക്കും മോണിക്ക് മാറിക്കും ഇനി എല്ലാവരും മാറി നിങ്ങളുടെ കൈക്കിടയിൽ ഭാഗത്ത് ഒരു കെട്ടുകൾ അഴിച്ച് അങ്ങോട്ട് സമർപ്പിച്ചു കേട്ടോ. ഈ ആത്മാവിന് എല്ലാവിധ ബന്ധങ്ങളായിട്ട് മോക്ഷണം പ്രാർത്ഥിച്ച് കൈക്കിടെ ഭാഗത്ത് ഒരു കെട്ടുകൾ അഴിക്കുക, സമർപ്പിക്കുക. പെട്ടെന്ന് മാറ്റി ഭാഗത്ത് ഒരു അതെ പിടിക്കുന്നില്ലേ പ്രിയപ്പെട്ടവർ, റിയാഡ് SNDP ശാഖയിലെ മുൻ കമ്മിറ്റി അംഗവും സമുദായത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തനവുമായ പ്രിയപ്പെട്ട അനീഷിൻ്റെ വേർപാടിൽ ഞങ്ങളെല്ലാവരും അതീവ ദുഃഖാർത്തരാണ്. അനീഷിൻ്റെ മരണം UK വെച്ച് നടക്കുമ്പോൾ ഞങ്ങളൊക്കെ നിസ്സഹായരായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന UK വിവിധ സംഘടനകൾ, നമ്മുടെ മലയാളികളുടെ വിവിധ സംഘടനകൾ എണ്ണയിട്ട് എന്തലം പോലെ പ്രവർത്തിച്ച് അനീഷിനെ നാട്ടിൽ കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ആ കുടുംബത്തിന് നേരിടാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കുറ്റമറ്റ രീതിയിൽ ചെയ്യുകയുണ്ടായി. ഇതിനവിടെയുള്ള UK എല്ലാ സംഘടനകളോടും റിയാഡ് SNDP ശാഖയുടെ പേരിലുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. Wow.